ഹലോ, അപ്പോൾ ഇന്നൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കാർഡ്ബോർഡ് എടുക്കുക, അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യുക, പിന്നെ നൂല് റൗണ്ട് ചെയ്യുക, എന്നിട്ട് ഒരു സ്റ്റിക്കിൽ നൂല് ഒട്ടിക്കുക, എന്നിട്ട് ഇതേപോലെ കോർക്കുക. കോർത്ത് നല്ല ടൈറ്റായിട്ട് കോർക്കുക. എന്നിട്ട് രണ്ട് സൈഡ് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നിടാൻ അറിയാമല്ലോ, അതേപോലെ പിന്നിട്ട് വെക്കുക. രണ്ട് സൈഡും യോജിപ്പിച്ച് തുന്നി വെക്കുക. അപ്പോൾ ഇതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് എല്ലാ സൈഡും കട്ട് ചെയ്ത് ഇതേപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ക്രാഫ്റ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കോർക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പായ് നെയ്യൂലേ, പണ്ടൊക്കെ എപ്പോഴും പായ് നെയ്യണത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. ഇപ്പം അങ്ങനെ അധികം ആരും ഉണ്ടാക്കണതായിട്ട് കാണുന്നില്ല. എന്നാലും ഉണ്ട്, നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പായ് നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെയാണ് ഇതിൻ്റെ ആ ഒരു പ്രക്രിയ. പിന്നെ ഇതേപോലുള്ള സ്റ്റാൻഡ് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം. അതായത് ഈ മരപ്പണിയൊക്കെ നടക്കുന്നിടത്ത് ഇതേപോലെ ചെറിയ വേസ്റ്റ് മെറ്റീരിയലായിട്ട് വേസ്റ്റ് മരങ്ങളുണ്ടാവും, അപ്പോൾ മരക്കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് 4 സൈഡ് ആണിയടിച്ച് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ നൂല് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൂലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അത് വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കുട്ടികളെ ആണെങ്കിലും എപ്പോഴും ഫോണിൽ എൻഗേജ്ഡ് ആക്കാതെ ഇതേപോലെയുള്ള ക്രിയേറ്റിവിറ്റി ഐഡിയാസൊക്കെ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. നമ്മൾ പാരൻസ് അതിന് മുൻകൈ എടുത്ത് കൊടുക്കുക. അതേപോലെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അവർക്ക് ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പോൾ അതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ കുഞ്ഞു കുട്ടികൾക്കും അതിൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇത്. ഇന്നത്തെ കാലത്ത് പാരൻസിന് കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പോലും നേരമില്ലാത്തൊരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാരൻസ് കുറച്ച് നേരമെങ്കിലും നമ്മുടെ കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ നോക്കുക. ഇതേപോലുള്ള ക്രിയേറ്റിവിറ്റി ഐഡിയാസൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അതിനോട് ഇഷ്ടം തോന്നുകയും ഫോണിലുള്ള അഡിക്ഷനൊക്കെ മാറിക്കിട്ടാനൊക്കെ സാധ്യതയുള്ള ഓരോ ക്രാഫ്റ്റ് ഐഡിയാസാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.